നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതിക്ക് ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്നൊരു സാഹചര്യം. അതിൽ അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിൽ സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസറായ PB അനിത. ഇരുവർക്കും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. എന്നാൽ തിരികെ നിയമിക്കാതിരിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു, ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്നു എന്ന ആരോപണമാണ് ഇരുവരുടെയും ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടത്. കോടതി ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തി തന്നിഷ്ടപ്രകാരമുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ വിവാദമാവുകയും രാഷ്ട്രീയ പ്രശ്നമാവുകയും ചെയ്തതോടെ അനിതയ്ക്ക് ഏറ്റവും ഒടുവിൽ നിയമനം നൽകാമെന്ന് സർക്കാർ തന്നെ മുട്ടുമടക്കി സമ്മതിച്ചു. വളരെ വേഗത്തിൽ തന്നെ നിയമനം നൽകി പ്രശ്നത്തിൽ നിന്നും തടിയൂരാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സംഗതി മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചതും വലിയ തോതിൽ അത് വാർത്തയായി മാറിയതുമാണ് ഇതിന് കാരണമായതും. ഇല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുട്ടാപ്പോക്ക് ന്യായം നിരത്തി വളഞ്ഞ വഴികൾ സ്വീകരിച്ച് എങ്ങനെയും അനിതയെ ഒതുക്കാനായിരുന്നു ശ്രമിച്ചത്. ഒരു വർഷത്തിലധികമായതുകൊണ്ട് തന്നെ ആരും ഇതേക്കുറിച്ച് ഇനി ശ്രദ്ധിക്കില്ല എന്നും ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കില്ല എന്നുമായിരുന്നു തുടക്കത്തിൽ ഒരുപക്ഷെ കരുതിയിരുന്നത്. നിയമനം കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നുവെങ്കിലും ആദ്യം തന്നെ കോടതി വിധിയെ ധിക്കരിക്കുന്ന നിലപാടല്ലേ സർക്കാർ സ്വീകരിച്ചത് എന്നുള്ള ചോദ്യമാണ് പലർക്കും ഉന്നയിക്കാനുള്ളത്. നിയമനം നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇന്നാണ് ഫയൽ ആരോഗ്യവകുപ്പിൽ എത്തിയതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ചില സാങ്കേതിക കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. അനിതയ്ക്കെതിരെയുള്ള ചില ആരോപണങ്ങൾ മുന്നോട്ട് നിരത്തി എങ്ങനെയും ഇതിൽ നിന്നും തടിയൂരാനാണ് സർക്കാരും ശ്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൊണ്ടാണ് റിവ്യൂ ഹർജി ഫയൽ ചെയ്തതെന്നാണ് മന്ത്രി പറയുകയല്ല, ഇതിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നഴ്സിംഗ് അസിസ്റ്റന്റായ അനിതയെ പിന്തുണച്ചുകൊണ്ട് അതിജീവ തന്നെ രംഗത്തിറങ്ങി വലിയ തോതിൽ സമരം നടത്തിയതോടെയാണ് ഇത് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത്. അനിതയ്ക്ക് പിന്തുണ നൽകിയ അതിജീവിത കണ്ണുകെട്ടിയാണ് സർക്കാരിനെതിരെ പ്രതിഷേധിച്ചത്. തനിക്കും നീതി നിഷേധിക്കുകയാണ് ചെയ്തത്. സമാനമായ രീതിയിൽ തനിക്കൊപ്പം നിലകൊണ്ട ഒരു മനുഷ്യജീവനെ, മനുഷ്യസ്നേഹിയെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കേരള സമൂഹം സാക്ഷ്യം വഹിച്ചത്. കണ്ണു തുറന്നു കാണാത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരെയാണ് കണ്ണുകെട്ടി പ്രതിഷേധവുമായി അതിജീവിത തന്നെ രംഗത്ത് വന്നത്. ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ അനിതയ്ക്ക് നിയമനം നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയത്. അതും ഏപ്രിൽ 1 മുതൽ. പക്ഷേ ഇത് ഇതുവരെയും നടപ്പിലാക്കിയില്ല. 6 ദിവസം പിന്നിട്ടു. എന്നാൽ കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ തന്നെ കോടതിയിലെത്തിയത് ഈ മാസം 5-ാം തീയതിയായിരുന്നു. അതും കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. കാരണം 5 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബോധോദയം സർക്കാരിന് പോലും ഉണ്ടായത്. കനത്ത പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ എന്തായിരുന്നാലും അനിതയ്ക്ക് നിയമനം നൽകാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തിങ്കളാഴ്ച എന്ത് നിലപാട് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് പൊതുജനങ്ങൾ പോലും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 2 വള്ളത്തിലും കാലിട്ട നീക്കം ഒരിക്കലും ഹൈക്കോടതിയിൽ നടപ്പാവില്ല എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.